നാടിന് വികസനം ഉണ്ടാകണമെങ്കിൽ പാവങ്ങളെ സംരക്ഷിക്കണം, ശിശുക്കളെ സംരക്ഷിക്കണം, അനാഥകരെ സംരക്ഷിക്കണം, കർഷകരെ സംരക്ഷിക്കണം. കർഷകരെ സംരക്ഷിച്ചെങ്കിൽ മാത്രമേ നമ്മൾക്ക് നല്ല ഭക്ഷണം കഴിക്കാനും ദാരിദ്ര്യമില്ലാതെ ജീവിക്കാനും പറ്റുള്ളൂ. പിന്നെ അനാഥർ ഏറെ കഷ്ടപ്പെടുന്ന പലരും ഉണ്ട് രാജ്യത്തിൻ്റെ പല ഭാഗത്തും. അവരെ സംരക്ഷിക്കുക. ചില വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കാൻ നിവർത്തിയില്ലാതെ അവർ കഷ്ടപ്പെടുന്നു. അങ്ങനെയുള്ള വീട്ടിലെ കുട്ടികളെ ഗവൺമെൻറ് തന്നെ ഏറ്റെടുത്ത് പഠിപ്പിച്ച് അവരെ നല്ല രീതിയിൽ ഉയർത്തേണ്ടത് നാടിൻ്റെ ഒരു ഇതാണ്. വിദ്യാഭ്യാസ മേഖലയായിക്കോട്ടെ, ആരോഗ്യ മേഖലയായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഓരോ വൻകിട പദ്ധതികളൊക്കെ നമ്മുടെ തൊട്ടടുത്ത സംസ്ഥാനമായ കർണാടകയെ ആശ്രയിച്ച് വേണം നമ്മുടെ കേരളത്തിൽ മൊത്തം കോഴിക്കോട് തൊട്ട് ഇങ്ങോട്ടാണ്. നമ്മുടെ വടക്കേ മലബാർ കോഴിക്കോട് മുതൽ കാസർഗോഡ് വരുന്ന മേഖലയിൽ സാധാരണ ജനങ്ങൾ മൊത്തം നല്ലൊരു ആശുപത്രിയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ, ആരോഗ്യ മേഖലയായിട്ട് ബന്ധപ്പെടണമെങ്കിൽ മംഗലാപുരം തന്നെ ആശ്രയിക്കണം. ഇന്നിപ്പോൾ നമ്മൾ വലിയ വീരവാദം പറയുന്നതല്ല. നമുക്കൊരു നല്ലൊരു ഉറച്ച ഭരണാധികാരി കഴിഞ്ഞ 2014 മുതൽ ഭാരതത്തിന് ഉണ്ട് എന്നുള്ള ലോകത്തിന് തന്നെ അറിയുന്നതാണ്. എയിംസ് പോലുള്ള ആശുപത്രികൾ ഇവിടെ വരണ്ടോ എന്നുള്ള ഇവിടുത്തെ ജനങ്ങൾ തീരുമാനിക്കണം. തുടർ ഭരണം കൊടുത്തുവല്ലോ, 2019 കൊടുത്തുവല്ലോ. എന്തുകൊണ്ട് കൊടുത്തു? നല്ലൊരു ഭരണാധികാരി നമ്മുടെ രാജ്യത്തുണ്ട്. ലോകത്ത് തന്നെ അതൊരു മാതൃകയാണ്. ഇവിടെ നമുക്കറിയാം എല്ലാം ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും ഈ ആരോഗ്യ മേഖലയെ പറ്റിയിട്ട് വളരെ പോഴ്ത്തി പറയുമെങ്കിലും ഞാൻ ഈ കാസർഗോഡ് കാഞ്ഞങ്ങാട് ടൗണിൽ തന്നെയാണ് ജീവിക്കുന്നത്. ഇവിടെ ഗവൺമെൻറ് ആശുപത്രി ജില്ലാ ആശുപത്രിയാണ്. അവിടെ എക്സ്റേ ഫിലിമില്ല. 5 ദിവസമായിട്ട് ഒറ്റ ഫിലിമില്ലാതെ ഏകദേശം 100-200 പേര് വന്നിട്ട് പലതരത്തിലുള്ള എക്സ്റേ എടുക്കേണ്ടവരും പ്രൈവറ്റ് സ്ഥാപനങ്ങളിലേക്ക് പറഞ്ഞുവിടുക ചെയ്യുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് നമ്മുടെ ഒരു ബോഡി കൊണ്ടുപോയാൽ സൂചി മുതൽ പായ് അതെല്ലാം കൊണ്ടുപോകണം. സൂചി വരെ നമുക്ക് കൊണ്ടുപോകണം. എല്ലാ സംഗതിയും ബ്ലേഡ് അടക്കം കൊണ്ടുപോകണം. ആശുപത്രി വലിയൊരു കെട്ടിടവും സൗകര്യമൊക്കെ ഉണ്ട്, സർക്കാരിൻ്റെ പൈസ കൊണ്ട് ഉണ്ടാക്കിയിരുന്നെങ്കിലും ജനങ്ങൾക്ക് കിട്ടേണ്ട സാമൂഹ്യമായിട്ടുള്ള ഒരു സംഗതികളും അർഹതപ്പെട്ട ഒരു കാര്യങ്ങളും ആശുപത്രിയിൽ കിട്ടുന്നില്ല. ഇതിനു മുമ്പേ 3-4 പ്രാവശ്യം ഇരുന്ന കരുണാകരൻ ഉണ്ടായിരുന്നു, ഇടതുപക്ഷത്തിൻ്റെ MP. അദ്ദേഹം എന്താ ചെയ്തതെന്ന് പറയാൻ പറ്റും. ഒന്ന്, അദ്ദേഹത്തിൻ്റെ വീട്ടിന് മുമ്പിലാണ് ഒരു റെയിൽവേ പാലം വന്നത്. അത് അദ്ദേഹം പോകുന്നവരെ 10 വർഷം വരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അദ്ദേഹം ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് വീട്ടിൻ്റെ തൊട്ട് മുമ്പിൽ. Indian Institute of Commerce Lakshya presents Jana Shabdam in association with Amritaveni. Learn commerce professional courses only from Indian Institute of Commerce Lakshya. Amritaveni Hair Elixir. സമൃദ്ധമായ മുടി ബയോടെക്നോളജിയിലൂടെ.